ഇന്നൊരു സൂപ്പർ റെസിപ്പിയാണ്. നമ്മൾ ഏകദേശം ഒരു 8 മത്തിയുടെ മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കണം. ഒരുപാട് അങ്ങനെ അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ മത്തിയുടെ മുട്ടയൊക്കെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 കഷ്ണം വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഈ മുട്ട മിക്സ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കണം. ചട്ടി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചട്ടി ഒന്ന് ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കാം. നമുക്ക് മുട്ട മിക്സർ അടിയിൽ പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ മീഡിയത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണം. സാധാരണ നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതേപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതേപോലെ വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മിക്സ്ചർ ഇതേപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് പരത്തിയിട്ട് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഇതേപോലെ പരത്തിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതാകുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. ഒരു കോഴിമുട്ടയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. മുട്ട വറുത്ത് മാറ്റിയ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണയൊക്കെ മുട്ട തോരൻ വയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ചിക്കി വറുത്തെടുക്കണം. മുട്ട വെന്ത് കഴിയുമ്പോഴേക്കും അത് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതേപോലെ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ടിത് മിക്സായിട്ട് വരണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്കത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി രുചിയുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.